നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായില്ല. പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനമെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തതാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുന്നത്. 10,000 ലിറ്റർ ഓക്സിജനുമായി എത്തിയ വാഹനം മുമ്പ് തിരികെ പോകേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു. 2 കോടി രൂപ മുടക്കിയ പ്ലാന്റിന്റെ നിർമ്മാണ കമ്പനിയുടെ കരാർ കാലാവധി അടുത്ത മാസത്തോടെ അവസാനിക്കും. 2 കോടിയിലധികം മുതൽ മുടക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലേക്ക് ഓക്സിജൻ എത്തിക്കുവാൻ സൗകര്യപ്രദമായ റോഡാണ് ഇല്ലാത്തത്. പ്ലാന്റ് പൂർത്തിയായ ശേഷം 10,000 ലിറ്റർ ഓക്സിജനുമായി ബുള്ളറ്റ് ടാങ്കർ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെയോ പ്ലാന്റിൻ്റെയോ സമീപത്തേക്ക് എത്തുവാൻ കഴിയാതെ വാഹനം തിരികെ പോയത് ഏറെ വിവാദമായിരുന്നു. നിരവധി തവണ മെഡിക്കൽ കോളേജ് അധികൃതരെ നിർമ്മാണ കമ്പനി നോട്ടീസ് നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചു എങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ല. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കുകയാണ്. ഇതോടുകൂടി 2 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗശൂന്യമാകും. ജില്ലയിൽ വീണ്ടും കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം ഏറെ പ്രധാനമാണ്. നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് ഇല്ലാത്തതിനാൽ പ്ലാന്റും പദ്ധതിയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കൊറോണ വ്യാപകമായിട്ട് പിടിപെട്ടു കേരളത്തിലും നമ്മുടെ രാജ്യത്തും. നമ്മുടെ ഇടുക്കിയിൽ ധാരാളം രോഗികൾ വന്നപ്പോഴത്തേനും അവർക്ക് ചികിത്സിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഇല്ല. ഓക്സിജന്റെ ക്ഷാമം നേരിട്ട് ധാരാളം ആൾക്കാർ മരണപ്പെട്ടു. അപ്പോഴാണ് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും എല്ലാം കൂടി നമുക്ക് സ്വന്തമായിട്ടൊരു ഓക്സിജൻ പ്ലാന്റ് നമുക്കിവിടെ വേണം എന്നുള്ള ആവശ്യകത വന്ന് 2 വർഷം മുമ്പ് ഓക്സിജൻ പ്ലാന്റിനുള്ള ഒരു 2 കോടി രൂപ മുടക്കി കരാർ കൊടുത്ത് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചാണ് ഈ കാണുന്നത്. പക്ഷേ ദുഃഖകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഓക്സിജൻ പ്ലാന്റിനകത്തേക്ക് വരാനുള്ള റോഡ് പോലും നിർമ്മിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചില്ല. നിലവിലെ കരാർ കമ്പനി ഒഴിവായാൽ പുതിയതായി ടെൻഡർ ചെയ്യേണ്ടി വരും. പുതിയ കരാർ ഏറ്റെടുക്കുന്ന കമ്പനി നിലവിൽ പണി പൂർത്തിയായ പ്ലാന്റ് തന്നെ ഉപയോഗിക്കുമെന്ന് പറയാനും കഴിയില്ല. അങ്ങനെ വന്നാൽ 2 കോടി രൂപ മുടക്കി പണിത പ്ലാന്റും അനുബന്ധ സംവിധാനങ്ങളും പ്രയോജനമില്ലാതാവും. ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാകുവാനാണ് സാധ്യത. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.